2023 അന്താരാഷ്ട്ര മില്ലറ്റ് ഇയറായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മില്ലറ്റ് മിഷൻ കേരളയുടെ സഹായത്തോടെയാണ് തോടന്നൂരിലെ വീടിന് സമീപം നിഷാദ് കൃഷി ആരംഭിച്ചത്. തോടന്നൂർ ജൈവഗ്രാമ സമിതിയോടൊപ്പം ചേർന്നാണ് കൃഷി. മുൻധാരണകളില്ലാതെ നിരവധി ആശങ്കകളോടെയാണ് ഈ ചെറുപ്പക്കാരൻ ചെറുധാന്യ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചെങ്കിലും മണ്ണിനെയും വിളയെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചപ്പോൾ നിഷാദിനെ കാത്തിരുന്നത് 100 മേനി വിളവ്. മനസ്സും കഠിന പ്രയത്നമുണ്ടെങ്കിൽ ചെറുധാന്യ കൃഷി മറ്റെന്തിനേക്കാൾ ലാഭകരമാവുമെന്നാണ് നിഷാദ് പറയുന്നത്. ജനങ്ങൾ ഈ കൃഷി ഇവിടെ വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക പല കൃഷിക്കാരും നമ്മളോട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അസ്ഥാനമാക്കുന്ന ഒരു വിളവാണ് നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. നല്ല തോതിൽ തന്നെ എല്ലാം വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് കർഷകർക്ക് കൂടുതൽ മില്ലറ്റിനെ പറ്റിയിട്ടുള്ള അവബോധം നടത്തി ഇതിൻ്റെ ഒരു പ്രചാരണം കൂടുതലായി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. തെങ്ങിൻ തോട്ടത്തിനിടയിലാണ് നിഷാദ് കൃഷി ചെയ്യുന്നത്. മണിച്ചോളവും മുത്താറയും കമ്പവും നല്ല രീതിയിൽ കൃഷി ചെയ്യാമെന്ന് ഈ തോട്ടം തെളിയിക്കുന്നു. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന നിഷാദ് തെങ്ങ് മുതൽ പച്ചക്കറി വരെ കൃഷി ചെയ്യുന്നുണ്ട്. 90 ദിവസത്തിനകം വിളവെടുക്കാമെന്നതും കീടങ്ങളുടെ ആക്രമണം കുറവാണെന്നതുമാണ് ചെറുധാന്യ കൃഷിയുടെ പ്രത്യേകത. ജലസേചനം അധികം ആവശ്യമില്ല എന്നതും കൃഷി ചെലവ് കുറവാണെന്നതും ഏതു മണ്ണിൽ വിളയുമെന്നതും മില്ലറ്റ് കൃഷിക്ക് നിരവധി സാധ്യതകളാണ് തുറന്നു വെക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.